ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ അനദർ വ്ളോഗ്. അപ്പോൾ ഇന്ന് നമ്മുടെ വെഡ്ഡിങ് സീരീസിലെ പാർട്ട് 7 8 ആണ് ഇന്നത്തെ വീഡിയോ. എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. എന്തായാലും ഇതിന് മുന്നത്തെ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓണത്തിലെടുക്ക് പുട്ടുവച്ചണം എന്ന് പറഞ്ഞ പോലെയാണ് കല്യാണത്തിൻ്റെ ഇടയിലാണ് എൻ്റെ പല്ലുവേദന പൊട്ടിപ്പുറപ്പെട്ടത്. ഇതൊരു സീസണെന്ന് തോന്നുന്നു. വീട്ടിലെ എല്ലാവർക്കും പല്ലുവേദനയാണ്. അപ്പോൾ ഞങ്ങൾ കുടുംബസമേതം പല്ല് റെഡിയാക്കാൻ വേണ്ടി പോവാണ്. കൂട്ടത്തിൽ നമ്മൾ വെഡ്ഡിങ് പർച്ചേസ് കുറച്ച് ഇതിൻ്റെ ബാലൻസ് ഉള്ളതും കൂടെ വാങ്ങിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ എത്ര എടുത്താലും തീരാത്തൊരു വെഡ്ഡിങ് പർച്ചേസിങ് ആയിരുന്നു. അപ്പോൾ നേരെ പോണത് ഡോക്ടറെ അടുത്തേക്കാണ്. അപ്പോൾ ഡോക്ടർ എനിക്ക് വിശദമായിട്ട് ഒരു എക്സ്റേ എഴുതി തന്നു. വിശദമായിട്ട് തന്നെ കംപ്ലീറ്റ് എക്സ്റേ എടുത്തിട്ട് വരാൻ പറഞ്ഞ് കുറേ പല്ല് കേടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൂടെ ശരിയാക്കണമെങ്കിൽ ഞാൻ നല്ലൊരു വീടിൻ്റെ ആധാരം കൊണ്ട് പോകേണ്ടി വരുമെന്ന് എനിക്ക് ആദ്യമേ അറിയായിരുന്നു. എന്നാലും ഇപ്പോൾ അതൊന്നും അങ്ങോട്ട് കൺഫേം ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ പോണത് എക്സ്റേ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അവിടെ തന്നെയുള്ള ഓവുങ്ങൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് പോകണം. ആദ്യമായിട്ട് അവിടെ പോണത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് പോണത് കൊണ്ട് തന്നെ ചെറിയൊരു ടെൻഷൻ എനിക്കുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച് എൻ്റെ മുഖത്ത് കാണുന്നുണ്ടോ കാണുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഞാൻ കൈപ്പൊക്കി കാണിച്ചു. യെസ്, നമ്മുടെ മൂക്കുത്തി ഊരിയിരിക്കുന്നു. മൂക്കുത്തി ഊരി എന്തിനാണെന്ന് വെച്ചാൽ എക്സ്റേ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ അടുത്ത കാലത്തൊന്നും ഈ സാധനം ഞാൻ ഊരിക്കളിച്ചിട്ടില്ല കേട്ടോ. കാരണം അത് ഊരിക്കളിച്ച് എനിക്ക് എപ്പോഴും പണി കിട്ടാറുണ്ട്. ഒന്നെങ്കിൽ ഇത് തിരികെ ഇടാൻ എനിക്ക് പറ്റാറില്ല, അല്ലെങ്കിൽ ഇത് ഇടുന്ന സമയമാകുമ്പോഴേക്കും ഹോള് ജാമായിട്ട് പിന്നെ ഭയങ്കര വേദനയൊക്കെ ആയിരിക്കും. അപ്പോൾ എക്സ്റേ ഒക്കെ എടുത്ത് ഞങ്ങൾ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പോകേണ്ടത് ചാവക്കാട് ഒരു പുതിയ ഷോപ്പ് വന്നിട്ടുണ്ട്. ഫാഷൻ ബസാർ എന്നാണ് കേട്ടോ പേര്. അപ്പോൾ കാലിക്കറ്റിലുള്ള ടീമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ടവലിനുള്ളിൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അതാണ് എൻ്റെ മൂക്കുത്തി. ഞാൻ കളഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫാഷൻ ബസാറിലോട്ടാണ് പോണത്. ഓൾറെഡി നമ്മൾ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, ബാസത്തിൽ പോയതും അതുപോലെ തന്നെ നമ്മൾ ഫാമിലിയിൽ പോയതൊക്കെ. അപ്പോൾ അതുപോലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ ഫാഷൻ ബസാറിൽ വന്നപ്പോഴും. ചാവക്കാട് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു കടയുടെ ആവശ്യമുണ്ട് കേട്ടോ. കാരണം കുറേ കടകളുണ്ടെങ്കിലും അത്ര കളക്ഷൻസ് തോന്നാറില്ല. പിന്നെ എല്ലാവരും നമ്മളെ പിടിച്ച് നിർത്തി എടുപ്പിക്കുന്ന ഒരു രീതിയാണ്. പക്ഷേ ഇവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്, നല്ല പുതിയ പുതിയ കളക്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ റേറ്റ് ആണെങ്കിലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ. പിന്നെ കുറേ ഐറ്റംസ് ഉണ്ട്. ശരിക്കും ഒരു വെഡ്ഡിങ്ങിൻ്റെ ഒരു ടീം വന്നു കഴിഞ്ഞാൽ അവർക്ക് കംപ്ലീറ്റ് സാധനം പർച്ചേസ് ചെയ്തിട്ട് പോവാം. കുറച്ച് എന്താ പറയുക, ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അതിൻ്റേതായ ചെറിയ ചെറിയ താളപ്പിഴകളൊക്കെ ഉണ്ട്. അത് നമുക്ക് വഴിയെ ശരിയാക്കി അവരെടുത്തോളും. കാരണം നല്ലൊരു ഗൾപ്പുള്ള ഒരു ടീമാണ്. അത്യാവശ്യം നല്ല കളക്ഷനും ഉണ്ട്. നോർമലി മറ്റ് കടകളെ അപേക്ഷിച്ച് ഓപ്പൺ ആയ സമയത്ത് തന്നെ അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല കളക്ഷൻസ് ഉണ്ട്. കുർത്തീസിൻ്റെ സെക്ഷൻ ആണെങ്കിലും ബ്രൈഡൽ സെക്ഷൻ ആണെങ്കിലും എല്ലാം നല്ല അടിപൊളി കളേഴ്സും നല്ല സൈസിലും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഐറ്റംസൊക്കെ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. എനിക്ക് ആ വൈറ്റ് ഡ്രസ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം ഞങ്ങൾക്ക് മോൾക്കും മോനക്കൊക്കെ എടുക്കാണ്ടായിരുന്നു. അതെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടൊക്കെ വന്നിട്ടാ. പിന്നെ ഇവിടെ റണ്ണിങ് മെറ്റീരിയലിൻ്റെ കളക്ഷൻ ഉണ്ട്. പിന്നെ റണ്ണിങ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ എല്ലാവരും മനസ്സിൽ ആദ്യം തന്നെ ഫാഷൻ പരാഗ് ഓടി വരുന്നതുകൊണ്ട് ഞാൻ റണ്ണിങ് മെറ്റീരിയലിൻ്റെ സെക്ഷനിലോട്ട് അധികം പോയില്ല. കിഡ്സിൻ്റെ ആണെങ്കിലും അതുപോലെ സൽവാറൊക്കെ അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. സൽവാർ സെറ്റ്, ഡെയിലി യൂസിന് പറ്റിയിട്ടുള്ള നൈറ്റികൾ, അതുപോലെ തന്നെ കോഡ് സെറ്റ് പോലത്തെ ഡ്രസ്സുകൾ ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഉപ്പാക്ക് ഇവിടുന്ന് ഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ചെറിയൊരു കോട്ടൺ സൂട്ട് ഞാൻ മോനക്ക് നോക്കിയത്, പക്ഷെ അവനക്ക് ചൂടെടുക്കുന്ന പ്രശ്നമുള്ളതുകൊണ്ട് ഞാനത് എടുത്തില്ല കേട്ടോ. ബ്രൈഡൽ സെക്ഷനൊക്കെ ഭയങ്കര എന്താ പറയുക ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ. ഏകദേശം ഒരു 5000 ആ ഒരു റേഞ്ചിലുള്ള ഡ്രസ്സൊക്കെ നല്ല രസമുണ്ട് കാണാൻ. ഇതിൽ കിടക്കുന്നതൊക്കെ ഒരു 4000 സംതിങ് കേട്ടോ. പക്ഷെ നല്ല ഹെവി ആയിട്ടുള്ള പാർട്ടി വെയർ ആണുള്ളത്. അതുപോലെ സാരീസ് ആണെങ്കിലും നല്ല കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഉണ്ടല്ലോ, ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ല രസമുള്ളൊരു കളറായിരുന്നു കേട്ടോ. അതിനൊക്കെ എനിക്ക് തോന്നുന്നു 5ൻ്റെ ഉള്ളിലൊക്കെ വരുന്നത്. ഈ ഒരു പാറ്റേണൊക്കെ നമ്മൾ നിക്കാഹിനൊക്കെ നോക്കിയ സമയത്ത് 12-14 ആയിരുന്നു റേറ്റ് വേറെ ഷോപ്പിൽ കേട്ടോ. ഇതിപ്പോൾ ഓപ്പണായിട്ട് എനിക്ക് തോന്നുന്നു ഫെബ്രുവരി 3-ാം തീയതിയാണ് ഓപ്പൺ ആയില്ല തോന്നുന്നുണ്ട്. പിന്നെ നല്ല റെഡിമെയ്ഡ് ബ്ലൗസസൊക്കെ ഉണ്ട്. അപ്പോൾ നോർമലി നമ്മുടെ ചാവക്കാട് റെഡിമെയ്ഡ് ബ്ലൗസ് കിട്ടുന്ന ഷോപ്പുകളൊന്നും അധികം ഇല്ല. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്കും നല്ല ഇഷ്ടപ്പെട്ട്. പിന്നെ ഇവിടെ നല്ല കമ്മലിൻ്റെ മാലയുടെ ഒക്കെ കളക്ഷൻ ഉണ്ട്. നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആണ് കേട്ടോ. നല്ല രസമുള്ള അടിപൊളി സാധനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടു കുറച്ചൊക്കെ പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും പല്ല് ഡോക്ടറെ അടുത്തൊക്കെ പോവാണ്. കാരണം നമ്മുടെ എക്സ്റേ കാണിക്കണമല്ലോ. എക്സ്റേ കണ്ടപ്പോൾ തന്നെ ഡോക്ടർക്ക് വരെ തലകറങ്ങി. ഇത്രയധികം പല്ലുകൾ കേടായിട്ടുണ്ടോ എന്നാണ് എന്നോട് ചോദിച്ചത്. എങ്ങനെ സാധിക്കും എന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ ഇനി എപ്പോൾ ശരിയാകും എന്നൊക്കെ ഒരു പിടുത്തമില്ല. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ നാളെ വരുന്നതായിരിക്കും. കാണാൻ മറക്കരുത്.